അതിന്റെ അകത്തേക്ക് അറ്റത്തേക്ക് മറ്റേ ചുരടി സിനിമ കണ്ടല്ലേ ആകപ്പാടൊരു നിഗൂഢത. അതെ അതെ. ഹേ വാട്ട്സപ്പ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ 2 MTB ആണ് ഇരിക്കുന്നത്. അതായത് ക്രാഡിയാക്കിൻ്റെ സ്റ്റോം ഇവിടെ ഇരിപ്പുണ്ട്, XC900 ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം സംഭവം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ MTB ആയിട്ട് ഓഫ് റോഡ് ചെയ്യാൻ വന്നേക്കുവാണ്. അപ്പോൾ ഇതിപ്പോൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലങ്കര എസ്റ്റേറ്റിൻ്റെ സൈഡിലുള്ള അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാമെന്ന് എനിക്ക് തോന്നണം. അപ്പം ആ വെള്ളച്ചാട്ടം നമുക്ക് കാണിച്ചു തരാം. നമ്മളതിൻ്റെ വേറെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, എന്നാലും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സ്റ്റോമിലാണ് വന്നേക്കുന്നത്. നമ്മുടെ XC900 നമ്മുടെ സ്വന്തം വൈശാഖ് ബ്രോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് ഒരു ഓഫ് റോഡിങ് ആണ് പ്ലാൻ ചെയ്യുന്നത്. പട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ആണല്ലേ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഈ കാണുന്ന വഴിയാണ് കയറി പോകുന്നത്. ഇതിങ്ങനെ നമ്മുടെ മലങ്കര എസ്റ്റേറ്റിലേക്കാണ് കയറി പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ രാവിലെ ഇപ്പോൾ എത്രയാണ് സമയം, ഏകദേശം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കൊരു 36 കിലോമീറ്ററാണ് നമ്മളിപ്പോൾ കവർ ചെയ്തേക്കുന്നത്. ഈ പറഞ്ഞ പോലെ വെള്ളച്ചാട്ടത്തിൻ്റെ മേളിലുള്ള അവിടെയാണ് നിൽക്കുന്നത്. ജസ്റ്റ് ഇനിയിപ്പം വെള്ളച്ചാട്ടം ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമുക്ക് നേരെ നമ്മുടെ ഓഫ് റോഡുമായിട്ട് പോയേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കനാൽ റോഡ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്യൂട്ടിഫുൾ അരുവിക്കുത്ത് വാട്ടർഫോൾ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. അതെ ആ കുത്തുകൾ കണ്ടില്ലേ, അങ്ങനെയാണ് സംഭവം പേര് വന്നത്, അരുവിയും കുത്തും അരുവിക്കുത്തും. യെസ്, നമ്മുടെ ഓഫ് റോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. നൈസായിട്ടോ, നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരു തണുപ്പ് വന്നിട്ടുണ്ടേ. അതായത് ഈ റബ്ബറിൻ്റെ തണുപ്പ്. സംഭവം ഓഫ് റോഡ് വഴിയാണ്, പക്ഷേ നല്ല സ്മൂത്ത് വഴിയാണേ, അടിപൊളി. നമുക്ക് നേരെ പോലെ അതെ അതെ. ഇത് ഇടയ്ക്ക് കയറ്റോ ഇടയ്ക്ക് ഇറക്കും, അങ്ങനെയാണല്ലോ. ഇടയ്ക്ക് കയറ്റോ ഇടയ്ക്ക് ഇറക്കും, അങ്ങനെയാണ്. ആ ഇപ്പോൾ ഇവിടുന്നും ലെഫ്റ്റ് എടുക്കാം. ഫുള്ള് വഴിയാ. ഇപ്പോൾ നമ്മൾ തിരിച്ചിറക്കി പോകുമ്പോൾ ഏത് വഴിയേ തിരിച്ചിറങ്ങുമ്പോൾ ഇതൊന്ന് നോക്കണേ. ഇത് കയറിയാൽ അവിടെ കുറച്ച് സ്ലഷ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ കയറി പോണ സമയത്ത് നമ്മുടെ ഇത് ജസ്റ്റ് വഴിയൊക്കെ ഒന്ന് എന്നാ പറയുന്നത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നതല്ല. അതായത് ഇപ്പം ഒരു നല്ല കയറ് വരുന്ന സ്ഥലം അല്ലെങ്കിൽ സ്ലഷ് വരുന്നുണ്ടെങ്കിൽ അതെവിടുന്നാണ് വരുന്നതെന്നൊക്കെ. പിന്നെയും ഡീവിയേഷൻ. ആ അതിൻ്റെ മേളിലേക്കും കയറിയിട്ട് അവിടുന്ന് ഡൗൺ ഹില്ല് ചെയ്തും കൂടി വരാം. ഇതിലെയോ അന്ന് ഈ മെയിൻ റോഡെ പിടിച്ചങ്ങ് പോയാലോ? അല്ല, മെയിൻ റോഡിൽ നിന്ന് പട്ടി സാർ. ഓ, പട്ടി വന്ന് സ്ലോ ആയിപ്പോയി.
കുഴിച്ചിരി സീന. വീണ്ടും വഴി DVT ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ കയറ്റം ഇറക്കവും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് തിരിച്ചൊരു പ്രോപ്പർ ഡൗൺ ഹില്ല് അടിച്ചു പോകാൻ പറ്റത്തില്ല. അയ്യ കൊള്ളാം കേട്ടോ. ഈ റബ്ബറിന് പകരം വേറെ വല്ല മരമായിരുന്നു ഈ കറക്റ്റ് കാട് സംഭവം. ഇല്ലേ പിന്നെ ബ്രോ നേരത്തെ പോയ ആ വഴിക്ക് പോവാം. അത് കുറച്ച് ക്ലൈംബ് അല്ലേ? അപ്പോൾ അത് ക്ലൈംബ് ആണല്ലേ? ഇതിങ്ങ ഇത് ഫുള്ള് റബ്ബർ എസ്റ്റേറ്റ് ആണല്ലോ. അതിൻ്റെ അകത്തേക്ക് അറ്റത്തേക്ക് മറ്റേ ചുരടി സിനിമ കണ്ടതല്ലേ, ആകപ്പാടൊരു അതെ അതെ മൊത്തമായി. അപ്പോൾ ഈ ഒരു ചേട്ടൻ ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു അമ്പലമുണ്ട്. അമ്പലം തപ്പി വന്നതാണ്, ആലുവക്കാരനാണ്. പക്ഷേ പുള്ളിക്ക് അമ്പലം കിട്ടിയില്ല. പുള്ളി ഇത് അതെ അതെ ഏലും പുള്ളി ഇപ്പം മെയിൻ റോഡിലേക്ക് ഇറങ്ങാൻ പോകുന്ന പറഞ്ഞ് പോയിട്ടുണ്ട്. ടാറ്റ. അങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് ഗ്യാപ്പിന് ശേഷം വീണ്ടും പുതിയ ഡൗൺ ഹില്ലുകൾ തേടി പോവുകയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് ഇറങ്ങുന്നില്ല. നമ്മൾ വൈശാഖ് ബ്രോ പറയുന്നതനുസരിച്ച് വേറൊരു അടിപൊളി ഡൗൺ ഹില്ല് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം കേട്ടോ. ഇതാണോ? ഓ അത് ശരി. എന്തോ താഴെപ്പോയി കൂടാന്ന് തോന്നുന്നു. കൂട് താഴെപ്പോയി. അതെ അതെ മറ്റേടത്ത് വലിയ ഇത് കിടപ്പുണ്ടേ. ഇവിടെ നിന്ന് റൈറ്റ് അല്ലേ? അയ്യോ മറ്റേ വീപ്പൊക്കെ ഇരിപ്പുണ്ട്. റബ്ബർ പാലിനൊക്കെ ഇപ്പം എന്നാ വില. ഓ ഇതൊക്കെ ഫുള്ള് പുല്ലായിട്ടോ. കറങ്ങും. ഇവിടെ ഒരു കമ്പുണ്ടേ, ഒന്ന് എടുത്ത് കളഞ്ഞേര്. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ലെഫ്റ്റ് ട്രാക്ക് പിടിച്ചിട്ടാണ് പോണത്. അപ്പോൾ പിന്നെ ഇതിങ്ങനെ കിടന്നാലേ വിഷയാവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടോ. ആരും കൊണ്ടുപോകുന്നില്ലേ? ഓ കൊണ്ടുപോകാനാണെങ്കിൽ ഇവിടെ ഫുള്ളുണ്ട്. ഫുള്ള് പോലല്ലേ. ആരെങ്കിലും കണ്ടെന്ന് വിചാരിക്കുന്നു. മറ്റേ മഴ പെയ്തിട്ടേ പായൽ പിടിച്ച് കിടക്കോട്ടോ. അതെ 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 നമ്മൾ വണ്ടി വെച്ചിട്ട് പുതിയ ട്രെയിൽ തപ്പി പോവാണ്. വൈശാഖ് ബ്രോ ഇന്നാൾ വന്നെടുത്ത് അവിടെ അല്ലേ വന്നുള്ളൂ? അവിടെ തിരിച്ചു പോയി. നമ്മൾ അവിടെ വണ്ടി വെച്ച് ഈ വഴി കണ്ടായിരുന്നു ആണല്ലേ? ഞാൻ പിന്നെ പക്ഷെ ഇത് കണ്ടമാനം പുല്ല് കയറി കിടക്കണല്ലോ. ഇങ്ങോട്ട് വണ്ടി വന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങോട്ട് അന്നും ഇങ്ങനെ തന്നെ കിടന്നു ആണല്ലേ? ഓക്കെ. ഒരു റബ്ബർ ബാലൻസ് ചെയ്ത് നിർത്തിയേക്ക് വന്നു. ബാലൻസിങ് ആർട്ടാണ് ഗൈസ്. ആർട്ട് ഫുള്ള് പുല്ലല്ലേ? പള്ള കയറി കിടക്കുക.
കുറേ കാലങ്ങളായിട്ട് ഇങ്ങോട്ടാരും പോന്നിട്ടില്ല. ഓ ഇതിലെ ചവിട്ടിയാൽ മറ്റേ നമ്മൾ ഉടക്കി വീഴും. അതുകൊണ്ട് അവിടെ ഒരു പാറയൊക്കെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ തിരിച്ച് ഡൗൺ ഹിൽ അടിക്കാൻ പോവാണ്. അപ്പോൾ വൈശാഖ് ബ്രോ നമ്മുടെ പേര് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല അത് നമുക്ക് തിരിച്ചടിക്കാമല്ലോ. അപ്പോൾ ഇത് നമുക്കൊരു 30 PSI വരെയൊക്കെ കുറയ്ക്കാം കേട്ടോ. 30 ആ ഒരു ലെവൽ നമ്മുടെ ഓഫ് റോഡിൻ്റെ ടെറൈനൊക്കെ അനുസരിച്ച് നമുക്ക് 30 വരെയൊക്കെ കുറയ്ക്കാം. നമ്മൾ യൂഷ്വലി MTBക്ക് 40-45 ഒക്കെയാണ് PSI കൊടുക്കുന്നത്. നമുക്കതൊരു 30 വരെയൊക്കെ കുറയ്ക്കാം കേട്ടോ. പിന്നെ പമ്പുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും കാറ്റടിക്കണം. ഇല്ലെങ്കിൽ ചവിട്ടിയാൽ നീങ്ങിയല്ലെന്ന്. ഇതവിടെ താഴെയുണ്ട്. ചേട്ടൻ പാട്ട് വെച്ചേക്കാൻ തോന്നുന്നല്ലേ. ഏത് സ്റ്റേറ്റാ? ജാർഖണ്ഡല്ലേ. മലയാളം അറിയാവോ? ഇല്ലല്ലേ. ഹിന്ദി. ഏത് പ്രൊഫഷണൽ ഓഫ് റോഡിങ് അല്ലേലും സീറ്റ് ഹൈറ്റ് കുറയ്ക്കണം. പഞ്ചർ കിട്ടത്തില്ലായിരിക്കും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് റൈഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് അത്ര പരിചയമില്ലാത്ത ടെറൈൻ ആയതുകൊണ്ട് ഇതിപ്പോൾ വൈശാഖ് ബ്രോ പെട്ടെന്ന് ഒരു ബ്രേക്ക് പിടിച്ചാൽ എനിക്ക് പുറകെ നിർത്താൻ പറ്റിയെന്ന് പറയത്തില്ല. ഓക്കെ ട്രാക്ക് മാത്രം. ഓ മൈ ഗോഡ്, വൈശാഖ് ബ്രോ എന്നെ കാണുന്നില്ല. ബ്രോ പറക്കുമായിരുന്നു കേട്ടോ. വേഗമാണ് ഇച്ചിരി സീനാണ്. ഞാൻ ആ വഴിയാണ്. ഇപ്പം നമ്മുടെ ഒരു നല്ല ഓഫ് റോഡ് സെക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പം അത്ര ഒരു ഓഫ് റോഡിങ് ഇല്ല, എന്നാലും ചെറിയ രീതിയിൽ വീപ്പൊക്കെ ഇരുമുണ്ട്. വിട്ടോ വിട്ടോ, വളവൊന്നുമില്ല.
ഗേറ്റോ എന്താ പറഞ്ഞാൽ കേട്ടില്ല. ഗേറ്റ് ഫ്രണ്ടിൽ പോക്കോ. ആ ഗേറ്റ് തുറന്ന് കിടക്കണോ? ഓ നൈസ്. എനിക്ക് ഇതാട്ടോ ഇഷ്ടപ്പെട്ടെ. അത്രയും ചാട്ടം ഇല്ലല്ലോ, ഇതാണ് നൈസ്. മറ്റേ അപ്പോൾ വേറൊരു സംഭവം, നമുക്കിത് 80mm ആട്ടോ സസ്പെൻഷൻ ട്രാവൽ വരുന്നത്. പക്ഷെ നമ്മുടെ ഈ വണ്ടി കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു അല്ലേ ഓഫ് റോഡിങ് അതെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുക്കുമോ? ഓ അത് ശരി, ഇത്ര എടുത്തായിരുന്നല്ലേ. ഇത് മറ്റേ കനാൽ റോഡല്ലേ? ഇവിടെ വലിയ കല്ലായിരുന്നെങ്കിൽ നമ്മുടെ ടൂർ ഡി ഫ്രാൻസിനകത്തൊരു സെക്ഷൻ ഉണ്ടല്ലോ, കൊബിൾ സ്റ്റോൺസ്, ഈ വലിയ കല്ലിൻ്റെ കൂടെ പോകുന്ന അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. ഈ അവരെ റോഡ് ബൈക്കൊക്കെ വെച്ചിട്ടേ ആ കല്ലിൽ കൂടെ പോണത് കാണണം. എൻ്റെ കൊതി വരും. അപ്പോഴത്തേ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം എത്തി, നമ്മുടെ വെള്ളച്ചാട്ടം. അപ്പോഴത്തേ നമ്മൾ ജസ്റ്റായി ഇതിലെ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടൊന്ന് പോവാണ്. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് വേറൊരു വീഡിയോ ആയിട്ടായിരിക്കട്ടോ അപ്ലോഡ് ചെയ്തത്. അപ്പോഴത്തേ നമ്മുടെ ഓഫ് റോഡിങ് വീഡിയോ വേണമെങ്കിൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, ബൈ, പീസ് ഔട്ട്. വഴി കിട്ടിയോ? സാധനം കിട്ടിയിട്ടുണ്ട്. ആ കാണുന്ന ഒരു ചെറിയ മുളക്കാട്, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കയറി ഇരിക്കാനൊക്കെ സ്ഥലമുണ്ടേ.